പ്രിയ മക്കളെ, മംഗളവാർത്ത തിരുനാൾ നിങ്ങളുടെ സ്വന്തം തിരുനാളാണല്ലോ. മംഗളാശംസകൾ. ദൈവം പരിശുദ്ധ കന്യകയ്ക്ക് കൊടുത്തയച്ച സന്ദേശമാണല്ലോ മംഗളവാർത്ത. അവിടുന്ന് നമുക്ക് ധാരാളം സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണിരിക്കുന്നത്. സന്ദേശങ്ങളെല്ലാം മംഗളവാർത്തകളാണെങ്കിലും ചിലത് മംഗളവാർത്തയെന്ന് തോന്നുകയില്ല. പ്രകൃതിയിൽ ചിലതങ്ങനെയല്ലേ. ചക്കപ്പഴത്തിൻ്റെ സ്വാദുള്ള ചുളകളല്ല, പ്രത്യുത മുള്ളുകളുള്ള പരുപരുത്ത തൊണ്ടാണല്ലോ നമുക്ക് ആദ്യം അനുഭവപ്പെടുക. ദൈവം നമുക്കയക്കുന്ന പല സന്തോഷ വാർത്തകളും പലപ്പോഴും പരുപരുത്ത കവറിലടച്ചാണ് അയക്കുന്നത്. അങ്ങനെയുള്ള കവർ കത്ത് വായിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കരുത്. കാനായിലെ കല്യാണ വിരുന്നിന് വീഞ്ഞു തീർന്നു പോയതും, ഒരു മനുഷ്യൻ ജന്മന അന്ധനായതും, ലാസർ മരിച്ചിട്ട് 4 ദിവസം കല്ലറയിൽ ശയിക്കേണ്ടി വന്നതുമെല്ലാം നല്ല വാർത്തയുടെ അനാകർഷങ്ങളായ ആവരണങ്ങളല്ലായിരുന്നോ? നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് എത്രയെത്ര സദ്വാർത്തകളെത്തുന്നു. പലതും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നമ്മൾ മുള്ളുകളിൽ പരിഭവിക്കുന്നു, പരാതിപ്പെടുന്നു. പരിശുദ്ധ കന്യകയ്ക്ക് സന്ദേശവാഹകനോട് ചോദിക്കാനുണ്ടായിരുന്നു, ഇതെങ്ങനെ സംഭവിക്കും? നമ്മളാകട്ടെ ഇതെന്തിന് എന്നുകൂടി ചോദിച്ചെന്ന് വരും. പലതും മനസ്സിലാക്കാതെ നമ്മൾ കുഴയുമ്പോൾ ഈശോയ്ക്ക് നമ്മോട് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മെ സ്നേഹിക്കുന്ന ദൈവം, തൻ്റെ ജീവനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ഈശോ നന്മയല്ലാതെ എന്തെങ്കിലും നമുക്ക് അയക്കുമോ? അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം, കർത്താവേ, ഇതാ നിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ. പ്രിയ മക്കളെ, സമൂഹത്തിൻ്റെ ജൂബിലി വർഷത്തിലേക്കാണല്ലോ പ്രവേശിക്കുന്നത്. ജൂബിലി വർഷത്തിൽ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. ജൂബിലിയുമായി സംബന്ധിച്ചുള്ള പരിപാടികളിൽ ക്രിസ്തുദാസികൾ സജീവമായി പങ്കെടുക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നവീകരണത്തിൻ്റെ ഏജൻ്റായി തീരുക. എല്ലാവർക്കും മംഗളവാർത്ത തിരുനാളിൻ്റെയും ജൂബിലിയുടെയും മംഗളങ്ങൾ. വാത്സല്യപൂർവ്വം യേശുവിൽ നിങ്ങളുടെ വത്സല പിതാവ് മാർ ജേക്കബ് തൂങ്കുഴി. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ.